ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു കപ്സയാണ്. എപ്പോഴും മന്തിയും പിന്നെ ബിരിയാണിയൊക്കെയും ഉണ്ടാക്കുന്നത്. ഇന്ന് സൂപ്പർ ടേസ്റ്റുള്ളൊരു കപ്സ ഉണ്ടാക്കാം. ഞാനിതിന് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പോയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം അത് നന്നായി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും മാത്രം ഒഴിച്ചാൽ മതി ഇതിൽ. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഞാൻ നീളൻ അരിയാണ് എടുത്തേക്കണം, സെല്ല ബസുമതി അരി. പിന്നെ ഇത് ചെറിയ അരി വെച്ച് അധികം ഇതുണ്ടാവില്ല, നല്ല നീളമുള്ള അരി വേണം എടുക്കണം. അത് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു ബേ ലീഫും ഇതൊക്കെ കുറച്ചേക്ക് ഇട്ടാൽ മതി കേട്ടോ. അതെല്ലാം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പം ഇതിൽ 2 സവാള, മീഡിയം സൈസുള്ള 2 സവാള നേരിയതായി കട്ട് ചെയ്തതും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. പേസ്റ്റ് ഇല്ലെങ്കിൽ കട്ട് ചെയ്താൽ മതി, ചെറുതായി കട്ട് ചെയ്താലും മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യണം. ലൈക്ക് ചെയ്താലാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ അതിലേക്ക് അതൊന്ന് ഇതായി വഴണ്ടി വരുമ്പോൾ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഓയിലിലേക്ക് തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ചിക്കൻ സ്ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം അതിലേക്ക് 2 ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളിയും നേരിയതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. 3 പച്ചമുളക് 2ആയി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണേണ്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ഇതിൽ കിടന്ന്. ഇതാണ് ചിക്കൻ സ്ക്യൂബ്, അതിൻ്റെ ഒരെണ്ണമാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടെ മസാലയും ഇതെല്ലാം കൂടെ നല്ലോണം മൂത്ത് വരണം, നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് 2 തക്കാളിയും കൂടെ ഒന്ന് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അതൊരു 2 വലിയ തക്കാളി എടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. അതിൻ്റെ മണം മാറുന്നത് വരെയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ മസാല തേച്ച് വെച്ചേക്കണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെയാണ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത്, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒരു പകുതി വേവ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങണ വരെ ഒന്ന് വെന്താൽ മതി. അത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നല്ലോണം ഒന്ന് ഇതായിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ വെന്തിട്ടില്ല, ഒരു പകുതി വേവ് പോലെ ആയിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരി, 1 കപ്പ് അരിയാണെങ്കിൽ അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം.
1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അത് ഇടണം. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പിന്നെ തിളച്ച് വന്നം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അരി അപ്പയൊക്കെ ഊറ്റി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊന്ന് തിളക്കുമ്പം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ ഈ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകും. പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വേകും ഇത്. അതിന് അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബിരിയാണിക്ക് ചേർക്കണ പോലെ കളറും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് വേകാനായിട്ട് വെക്കണം. അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചോറ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇനി ബാക്കി ഇതിൽ ദമ്മിൽ കിടന്ന് വെന്തോളും. എന്നിട്ട് അത് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് ദമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം നല്ലതുപോലെ വെന്ത് പിന്നെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. ചിക്കൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തൊന്നും പോയി ഇതൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ചോറും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.